ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. വാഴ്ത്തപ്പെട്ട അലന് പരിശുദ്ധ ജപമാല രാജ്ഞി മാതാവ് വെളിപ്പെടുത്തി കൊടുത്ത സന്ദേശങ്ങളാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഭക്തിയോടെ ജപമാല ധരിക്കുമ്പോൾ, ജപമാല ചൊല്ലി സംഘത്തോടെയും ഒറ്റക്കും പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്ന്. ഒന്നാമതായിട്ട് പാപികൾക്ക് മോചനം ലഭിക്കുന്നു. അത് ഏറ്റവും വലിയ കാര്യമാണ്, പാപികൾക്ക് മോചനം ലഭിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഇതാണ്, ദാഹാർത്തരായ ആത്മാക്കൾക്ക് ഉണർവ് ലഭിക്കുന്നു. ആത്മീയമായ ഒരു ദാഹം പരിശുദ്ധാത്മാവ് തരുന്നു. മൂന്നാമത്തെ കാര്യം, ബന്ധിതരുടെ ബന്ധനങ്ങൾ തകർക്കപ്പെടുന്നു. യേശു ഈ ലോകത്തിലേക്ക് ദൈവത്തിനായി മനുഷ്യാവതാരം ചെയ്തത് മനുഷ്യൻ്റെ എല്ലാ ബന്ധനങ്ങളും തകർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ബന്ധിതരുടെ ബന്ധനങ്ങൾ തകർക്കപ്പെടുന്നു. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, വിലപിക്കുന്നവർ സന്തോഷം കണ്ടെത്തുന്നു. എപ്പോഴും ദുഃഖിച്ചും കരഞ്ഞും നിരാശപ്പെട്ട് നടക്കാനല്ല പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം. അഞ്ചാമത്തെ കാര്യം, പ്രലോഭിപ്പിക്കപ്പെടുന്നവർ സമാധാനം കണ്ടെത്തുന്നു. പ്രലോഭനം എന്ന് പറഞ്ഞ് നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്ഥിരമായ ഒരു സമാധാനം ലഭിക്കും. ആറാമത്തെ കാര്യം, ദരിദ്രർ സഹായം കണ്ടെത്തുന്നു. അത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ആത്മീയ ദാരിദ്ര്യം മാത്രമല്ല, മാനസികമായിട്ട് സന്തോഷങ്ങൾ കിട്ടാത്ത മാനസികമായ ദാരിദ്ര്യങ്ങളുണ്ട്. ശാരീരികമായ ദാരിദ്ര്യം ഭക്ഷണത്തിനും വെള്ളത്തിനും വസ്ത്രത്തിനും ഒരു കിടപ്പാടത്തിനും സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള കടം, ജപ്തി, ബാധ്യത, ഇതെല്ലാം ഭയങ്കരമായ ഒരു ദരിദ്രാവസ്ഥയാണ്. അതുപോലെ സ്നേഹം കിട്ടാത്തതിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ദാരിദ്ര്യമായാലും ഈ ദരിദ്രർക്ക് സഹായം കണ്ടെത്തുന്നു. ഏഴാമത്തെ കാര്യം, സന്യസ്തർ നവീകരിക്കപ്പെടുന്നു. പരിശുദ്ധാമ്മ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകിയോ നിങ്ങൾ വൈദികർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പ്രത്യേകം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ വാഴ്ത്തപ്പെട്ട അലന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം ഇതാണ്, സന്യസ്തർ ഇതുവഴി നവീകരിക്കപ്പെടും. എട്ടാമത്തെ കാര്യം, അജ്ഞാനികൾ പ്രബുദ്ധരാക്കപ്പെടുന്നു. പറഞ്ഞിട്ടും കാര്യമില്ല, തല്ലിയിട്ടും കാര്യമില്ല, തിന്നിട്ടും കൊന്നിട്ടും കാര്യമില്ലെന്ന് പറയുന്നത് പോലത്തെ കടുംപിടുത്തം പിടിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇടപെട്ട് അവരുടെ അജ്ഞാനം മാറ്റി അവർക്ക് വിജ്ഞാനം, അവരെ നല്ല അറിവുള്ളവരും ജ്ഞാനമുള്ളവരും ആക്കും. എന്തോരം തർക്കിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടും കഷ്ടപ്പെട്ടിട്ടും ശരിയാകാത്ത മാറാത്ത കേസുകൾ ദൈവം അവരുടെ ഹൃദയത്തിൽ ജ്ഞാനവും ഉൾക്കാഴ്ചയും മാനസാന്തരം എല്ലാം കൊടുക്കും. അജ്ഞാനികൾ പ്രബുദ്ധരാക്കപ്പെടും. ഒമ്പതാമത്തെ കാര്യമാണ്, ജീവിച്ചിരിക്കുന്നവർ അഹങ്കാരത്തെ അതിജീവിക്കാൻ പഠിക്കുന്നു. എന്ത് വേണം? ജീവിച്ചിരിക്കുമ്പോഴാണ് അല്ലേ, മരിച്ച് കുഴിയിലേക്ക് വെച്ചാൽ മണ്ണിട്ട് ആ കുഴി അടച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ പോരാൻ പാടുള്ളെന്ന് IMSലെ വിനയാനന്ദച്ചൻ പറഞ്ഞിട്ടുള്ളത് ഓർക്കണേണ്. കാരണം അതുവരെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ അഹങ്കാരത്തെ, ഞാനെന്ന ഭാവം, പണത്തിൻ്റെ അഹങ്കാരം, പേരിൻ്റെ അഹങ്കാരം, പഠിപ്പിൻ്റെ അഹങ്കാരം, ആണാണെന്നതിൻ്റെ അഹങ്കാരം, പെണ്ണാണെന്നതിൻ്റെ അഹങ്കാരം, കുടുംബക്കാരാണെന്നുള്ള അഹങ്കാരം, വീട്ടുപേരിൻ്റെ അഹങ്കാരം, പ്രാർത്ഥിക്കാൻ അറിയാവുന്നതിൻ്റെ അഹങ്കാരം, വചനം പറയാൻ അറിയാവുന്നതിൻ്റെ അഹങ്കാരം, ബൈബിൾ ഇത്രയും പ്രാവശ്യം പ്രാർത്ഥിച്ചതിൻ്റെ ആത്മീയ അഹങ്കാരങ്ങൾ ഉണ്ട്, എത്ര കൊന്ത ചെല്ലുന്നതിൻ്റെ അഹങ്കാരം, അതെല്ലാം ചെയ്യണം. പക്ഷെ എന്ത് വേണം? എളിമയുടെ തലത്തിൽ നിൽക്കണം. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് അഹങ്കാരത്തെ അതിജീവിക്കാൻ അവർ പഠിക്കുന്നു. പത്താമത്തെ കാര്യമാണ്, മരിച്ച വിശ്വാസികളുടെ സഹനത്തിന് ആശ്വാസം ലഭിക്കും. ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളല്ലാതെ ആരാണ്? അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെയും കാഴ്ചവെക്കാതെ ഇരിക്കുമ്പോൾ അത് ജീവിച്ചിരിക്കുന്നവർക്ക് ദോഷകരമായി തീരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് അവരുടെ സഹനത്തിന് ആശ്വാസം കൊടുക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നുള്ള ആ രോദനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ശുദ്ധീകരണ ആത്മാക്കളെയൊക്കെ സഹായിക്കാൻ സാധിക്കും. വാഴ്ത്തപ്പെട്ട അലന് മാതാവ് വെളിപ്പെടുത്തി കൊടുത്ത 10 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. വീണ്ടും മാതാവ് ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ജപമാലയോട് ഭക്തിയുള്ളവർക്ക് അവരുടെ ജീവിതകാലത്തും മരണസമയത്തും എൻ്റെ പുത്രൻ്റെ കൃപയും അനുഗ്രഹവും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോഴും മരിക്കാൻ നേരവും സഹായത്തിനെത്തും. അവർ മരണശേഷം കിരീടമണിഞ്ഞ് കൈകളിൽ ചെങ്കോൽ പിടിച്ച് നിത്യമഹത്വം ആസ്വദിക്കുന്ന രാജാക്കന്മാരെ പോലെ ആകേണ്ടതിന് എല്ലാ അടിമത്തത്വങ്ങളിൽ നിന്നും അവർ സ്വതന്ത്രരാക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ,
അപ്രകാരമായിരിക്കട്ടെ. അപ്പോൾ ജപമാല യജ്ഞത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ഈ ഒക്ടോബർ മാസം ജപമാല വെഞ്ചരിച്ച ജപമാല ധരിക്കുമ്പോഴും ഒരു ജപമാല ധരിക്കാമെന്ന് തീരുമാനം എടുക്കുന്നത്. എൻ്റെ കഴുത്തിലൊക്കെ വർഷങ്ങളായിട്ടുണ്ട്. ജപമാല ഇടാതെ നടക്കാൻ നമുക്ക് പറ്റത്തില്ല. കഴുത്തിലണിയുന്ന ബൈബിൾ എന്ന് പറയും. മറ്റുള്ളതൊക്കെ വരും പോകും, പക്ഷേ ഈ ആഭരണം എന്നും നിലനിൽക്കുന്നതാണ്. നിലനിർത്തണം. അതിൻ്റെ സ്മരണ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. മരിച്ചു കഴിയുമ്പോൾ കയ്യിൽ ചുറ്റിപ്പിടിപ്പിച്ച് വിടാനുള്ളതല്ല. ജീവിച്ചിരിക്കുമ്പോഴേ പിടിക്കാം. അന്നേരവും വെച്ചോ, അതൊരു കൂട്ടിനുണ്ടായിരിക്കും. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അത് ചൊല്ലി അത് ധരിക്ക്. അതിൻ്റെ സംരക്ഷണം എവിടെ പോയാലും ഉണ്ടാകും. പിശാച് വിരളി പിടിച്ച് ഓടുന്ന അത് ഇപ്പോൾ ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ജപമാല ധരിക്കുന്നത് വഴിയുള്ള സംരക്ഷണം പിശാച് ചീറ്റിക്കൊണ്ട് വരും, പക്ഷേ നമ്മളെ തൊടാനായിട്ട് പറ്റത്തില്ല. ഭയങ്കരമായ കൂട്ടത്തോടെയുള്ള ആക്രമിക്കുന്നത് പോലെ ശത്രുക്കൾ വന്ന അവസ്ഥകളിൽ നിന്നെല്ലാം ദൈവം അത്ഭുതകരമായിട്ട് മഹത്വവും കൃപയും തന്ന ഈ ജപമാലയുടെ സന്ദേശം പറയുന്നത് പോലെ അതിൻ്റെ അപ്പുറം ദൈവം ഇടപെട്ട ശരിയാണ്. 100% ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എവിടെ നമ്മളെ തകർക്കാൻ, താഴ്ത്താൻ, വീഴ്ത്ത് കളയാൻ നോക്കിയിട്ടുണ്ടോ അവിടെ തന്നെ ഉയർത്തിയ, വന്ന് കാലയിൽ വീണ് മാപ്പ് പറഞ്ഞ, കെട്ടിപ്പിടിച്ച് കരഞ്ഞ, അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്ത, ഞാൻ പുണ്യാളനും ദൈവമൊന്നുമല്ല, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷേ ജപമാല രാജ്ഞി നൽകിയ മിസ്റ്റർ ഡൊമിനിക്കിനും വാഴ്ത്തപ്പെട്ട അലനും ഇതുപോലെ ആർക്കെല്ലാം നൽകിയിട്ടുണ്ടോ ഇനി നൽകും. ആ സന്ദേശം 100% കറക്റ്റാണ്. ഞാനത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. മരണകരമായ അവസ്ഥകളിൽ നിന്ന് വരെയും പഞ്ഞിക്കട്ട പോലെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച അനുഭവം. അപകടകരമായ അവസ്ഥകളിൽ, ശത്രുപീഡകളിൽ ആക്രോശിച്ചു വന്നപ്പോൾ, അലറി വന്നപ്പോൾ, ഓടിച്ചു കളയുമെന്ന് പറഞ്ഞു വന്നപ്പോൾ, ഇവൻ ദൈവത്തിൻ്റെ ആളാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, അധികാരികളുടെ മുമ്പിൽ നിന്നപ്പോൾ, നിൽക്കൂന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, അവിടെ എല്ലാം ജപമാല ധരിച്ചപ്പോൾ, ജപമാല ചൊല്ലിക്കൊണ്ട് പോയപ്പോൾ, ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി കാഴ്ചവെച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ, അപ്പോഴെല്ലാം അത്ഭുതകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജപമാല കഴുത്തിലണിയുന്ന ബൈബിളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഒക്ടോബർ മാസം മുഴുവൻ നമുക്ക് തീഷ്ണതയോടെ കുടുംബത്തോടെയും കരകയറാൻ പറ്റാതെ കിടക്കുന്ന അവസ്ഥകൾ, ഒരു ദ്രവ്യാഗ്രഹത്തിൽ നിറഞ്ഞ, ഒരു വിഗ്രഹാന നിറഞ്ഞ പ്രാർത്ഥന അല്ല നടത്തേണ്ടത്. ഒരു ആത്മീയ ദാഹത്തോടെ, അഭിലാഷത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവം അതിനുവേണ്ട കരകയറ്റവും മാറ്റവും നമുക്ക് തന്നിരിക്കും. അത് അല്ലാതെ ജോലി, വീട്, കാറ്, വിസ എന്നും പറഞ്ഞ് പൈസ എന്നും പറഞ്ഞുള്ള ഒരു വിഗ്രഹാരാധന അതൊക്കെ അടിയറവെക്ക്. ഒരാത്മീയ അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നന്മ നിറയും. സ്വർഗസ്വനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ യേശുവിനോട് ചേർന്നാണ് ആ പിതാവിനെ വിളിക്കുന്നത്. സ്വർഗം സന്തോഷിക്കും, ആത്മാവ് നിറയും. നമുക്ക് ഭക്തിയോടെ ജപമാല ചൊല്ലാം. വചനമാണ് നമ്മളിതിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ആ ജപമാലയിലുള്ള. ചിലർ ചോദിക്കും, എന്തിനാ 53 മണിയിൽ ഓരോന്നിലും 10 നന്മ അറിഞ്ഞാറുമേ ചൊല്ലുന്നത്? 10 സ്വർഗസ്നായ ചൊല്ലിയാൽ പോരെ? എന്നിട്ട് ഒരു നന്മ അറിഞ്ഞ് സ്വർഗസ്നായ പിതാവ് ഒരു അടിസ്ഥാന പ്രാർത്ഥന, നമ്മുടെ ബിൽഡിങ്ങിന് ഒരു അടിസ്ഥാനമിടും. അതിൻ്റെ മുകളിലേക്ക് കെട്ടിപ്പോക്കും, വീണ്ടും ഒരു ബെൽറ്റ് വാർക്കും, വീണ്ടും അവിടെ നിന്ന് കെട്ടിപ്പോകും. ഇതുപോലെ സ്വർഗസ്വനായ പിതാവ് ഈശോ പഠിപ്പിച്ച ഒരടിസ്ഥാന പ്രാർത്ഥനയാണ്. അതിന്മേൽ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പടുത്തുയർത്തുകയാണ്, തിന്മയ്ക്കെതിരെ പോരാടുകയാണ്, വെട്ടി ഒതുക്കുകയാണ്, പണിതുയർത്തുകയാണ്, അത്ഭുതങ്ങൾ നിറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഭക്തിയോടെ ജപമാല വിശ്വാസത്തോടെ ചൊല്ലാം. പലരും ഇത്രയും നാൾ ചൊല്ലിയത് ഈ ബോധ്യമൊന്നുമില്ല, എന്ത് കിട്ടും ഒന്നും അറിയാതെ ഒരു പാഠം പഠിച്ച പ്രാർത്ഥന പോലെ ചൊല്ലി. ഇത് ശക്തമായ പിശാചിനെതിരെയുള്ള ചാട്ടമാണ്, ആയുധമാണ്. തിരുസഭയിൽ ലോകം മുഴുവനും, തിരുസഭയിൽ മാത്രമല്ല നാനാജാതി മത്സരം ഇന്ന് ജപമാല ധരിക്കുകയും ചൊല്ലുകയും ചെയ്യുമ്പോൾ അവിടെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആ വലയം, ആ റിങ്ങുകൾ, ആ അഭിഷേകം, ആ ഓറ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൽ സ്വന്തമാകാം, ഏറ്റെടുക്കാം, പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.